بسم الله الرحمن الرحيم وأجتاز السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا أسمو وأجتاز അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പൊന്നുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എന്തൊക്കെ, രാവിലെ ചായയൊക്കെ കുടിച്ചില്ല എല്ലാവരും അല്ലേ? അതും കുടിക്കാത്തവരുണ്ടാ? ഇല്ല. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കളി കളിക്കണം. നല്ല കളിച്ച് രസിച്ച് പഠിക്കണം. എന്താ കളിയെന്നറിയോ? ഇന്നൊരു പരീക്ഷ കൂടിയാണ്. കളി പറഞ്ഞടാ. നിങ്ങൾ ഈ ബെഞ്ചിമേലേക്ക് നോക്ക്. ഉസ്താദ് കുറേ കാർഡുകൾ, അക്ഷരങ്ങൾ എഴുതിയ, വാക്കുകൾ എഴുതിയ കാർഡ്, നിങ്ങൾ പഠിച്ച കാർഡുകൾ, നിങ്ങൾ പഠിച്ച വാക്കുകള്, പിന്നെ ചിത്രങ്ങളും അവകളുടെ പേരുകളും എഴുതിയതായ കാർഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ അല്ലേ? പിന്നെ ഓരോ കാർഡിന്റെ ഇടയിലോ ഉസ്താദ് ഓരോരോ അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരോ അക്ഷരങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ വേണ്ടെന്നറിയോ? ഞാൻ ഒരാളോട് ഒരു കാർഡിന്റെ പേര് പറയുമ്പോൾ അയാൾ ആ കാർഡ് എടുത്തിട്ട് ആ കാർഡിൽ അത് വായിച്ചിട്ട് അതിൽ നമ്മൾ പഠിച്ച അക്ഷരം എൻ്റെ കയ്യിലെടുത്ത് തന്നാൽ അയാൾക്ക് ഞാൻ 2 മാർക്ക് കൊടുക്കും കേട്ടാ. 2 മാർക്ക് കൊടുക്കും. ഇന്ന് മാത്രമല്ല, വലിയൊരു സമ്മാനം കൂടിയുണ്ട്. അതെന്താണെന്ന് ഉസ്താദ് ഇപ്പം പറയില്ല, ഒരു സസ്പെൻസ് ആയിരിക്കുന്ന കാര്യമാണ് കേട്ടാ. സമ്മാനം ഉസ്താദ് ഇപ്പം പറയില്ല. ഇപ്പൊ നമ്മളെ കളി തുടങ്ങാം അല്ലേ? ആദ്യം നമ്മുടെ മുഹമ്മദ് പിന്നെ കേവാ, ഏതെങ്കിലും ഒരു കാർഡ് എടുക്ക്. ഏതെങ്കിലും ഒരു കാർഡ്, ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. എനിക്ക് ഇഷ്ടമുള്ള കാർഡ് എടുത്തോ. അത് ഉറക്കെ വായിക്ക്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാ, മുഹമ്മദ് എടുത്ത കാർഡും മുഹമ്മദ് വായിച്ചത് ശരിയാണോ? അല്ലേ? ഇനി മുഹമ്മദ് ആ ദൽവൻ പഠിച്ചപ്പോ മോൻ പഠിച്ചതായ ഒരു അക്ഷരം ഇവിടെ ഉണ്ട്, അതെടുത്ത് പറഞ്ഞാട്ടെ. മുഹമ്മദ് എടുത്ത ശരിയാണോ? ഓക്കെ. അപ്പൊ മുഹമ്മദ് 2 മാർക്ക് കിട്ടി. മുഹമ്മദിന് ആ കാർഡും ആ അക്ഷരമായിക്കൊണ്ട് അവിടെ ഇരിക്കാം. ഇനി അടുത്ത വേണ്ടത് ഹംദാൻ. ഹംദാൻ ഏത് കാർഡും എടുക്കാം കേട്ടാ. ഉറക്കെ വായിക്കേ. ഓൻ വായിച്ച ശരിയാണോ? റൂക്കിന്ന് പറഞ്ഞപ്പോ ഇനി അതിൽ പഠിച്ച അക്ഷരം പോലെ എടുക്കുന്നുണ്ടേ. കാണിച്ചാട്ടെ എന്റെ പേര്. എല്ലാരും ശ്രദ്ധിക്കണം. ആനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ. കണ്ടോ? കാണാത്ത അദീമ കണ്ടോ? ഓൻ എടുത്ത അക്ഷരം ശരിയാണോ? ഓക്കെ. ഇവിടെ വെക്ക് മോനെ, അവിടെ ഇരിക്കേ. അതിന്റെ സ്ഥാനത്തിരുന്നോ കേട്ടാ. മുഹമ്മദ് CP ഇതിലേ വന്ന് നടന്ന് ഇതിലേ പോകും. ഇത് പെൺകുട്ടികളെ ഭാഗത്ത് എടുത്ത് വിളിക്കലേ. ഏത് അക്ഷരം എടുത്തോ, വായിക്കാൻ കിട്ടണം. ഉറക്കെ വായിക്ക്. വായിച്ച ശരിയാണോ? ചിത്രം നോക്കട്ടെ. നിങ്ങൾ എടുത്തു കൊടുക്കാൻ പാടില്ല കേട്ടാ. ഏത് അക്ഷരമാണ് എടുക്കേണ്ടത്? നോക്കേ. ഒന്ന് എടുത്ത അക്ഷരം ശരിയാണോ? ഫാത്തിമ, ഫർഹ, എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് ആന്ന് പറഞ്ഞാൽ തെറ്റി പറ്റിപ്പോയില്ലേ? ഫതഹും കസ്റും ഇല്ലെങ്കിൽ എന്താ പറയാ? എന്താ ഫതഹും കസ്റും ഇല്ലെങ്കിൽ പറയാ? അപ്പൊ ഹാന്ന് പറഞ്ഞാൽ തെറ്റായി പോയി കേട്ടാ. അത് തിരുത്തി പറഞ്ഞത് ഹാ എന്ന് പറഞ്ഞാട്ടെ. വേറെ അടുത്ത ശരിയായിട്ടുണ്ട് കേട്ടാ. അപ്പൊ 2 മാർക്ക് ഓർക്ക് കിട്ടി. അവിടെ പോയിരിക്കും. ഇനി അടുത്തത് പിന്നെ നമ്മുടെ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഫർഹ ആയിക്കോട്ടെ. ഫർഹ മുസ്തഫ. ഉറക്ക വായിച്ചേ. ഫർഹ വായിക്കണ്ടേ? ഓള് വായിക്കണേ. ഫർഹ വായിച്ചു. ഓക്കെ. ഇനി അതിന്റെ അക്ഷരം എടുക്ക്. തെറ്റുപറ്റിപ്പോയി സാരില്ല കേട്ടാ. അടുത്തതില് മോൾക്കൊരു ചാൻസ് തരാം. അപ്പൊ ഈ കാർഡും ഇതും ഇവിടെ തന്നെ നിൽക്കട്ടെ കേട്ടാ. അടുത്താക്ക് ചാൻസ് കൊടുക്കാം. അപ്പോൾ അടുത്തതെന്നോ. ഇനി അടുത്തത് ഫാത്തിമാക്ക് ഇഷ്ടമുള്ള ഏത് കാർഡ് കൊടുക്കാം. പേര് പറയണം. ശരിയാണോ ഫാദി? ഓക്കെ, 1 മാർക്ക്. അടുത്തത് ഓലെ അടുത്ത അക്ഷരം ഏതാ? അതിന്റെ പേര് പറഞ്ഞോ. തിരിച്ചു നോക്ക്.
ആ വാവ്. ഓക്കെ, 2 മാർക്ക് ഫാത്തിമാക്ക് കിട്ടി. ഓക്കെ, അടുത്തത് സൈനബിനാണ് ആവേശം കാണുന്നത്. സൈനബ്. അപ്പൊ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇനി എനിക്ക് അവസരം വേറെ തരും കേട്ടാ. സൈനബ് ഓളെടുത്തതാ അദബുൻ അല്ലേ? നീ വായിച്ചിട്ടില്ല. ഓക്കെ, ഓളെടുത്തത് അദബുൻ. ആ, അടുത്ത അക്ഷരം എടുക്കുക. അതിന്റെ അക്ഷരം എടുക്ക്. ഏതാണ് അടുത്ത? ഓക്കെ, 2 മാർക്ക് കിട്ടി. ഓക്കെ, അവിടെ ഇരിക്കട്ടോ. ഇനി അടുത്തത് ആരാന്നറിയോ? നമ്മളെ റിഷാൻ മുഹമ്മദ്. ഉറക്ക വായിച്ച. ഓക്കെ, ശരിയല്ലേ? എല്ലാവരും നോക്കിയാട്ടെ. ലബിനത്തെ ശരിയല്ല മുഹമ്മദ് അല്ലേ? ഇനി അക്ഷരം എടുക്ക്. എന്താ പേര്? ലാം. ഓക്കെ ട്ടാ, ഇരിക്ക്. മാഷാ അല്ലാഹ്. അടുത്തത് ഷൻസ ഫാത്തിമ. എന്താ വായിക്ക? ഓള് വായിച്ചത് ഒറ്റ ശരി തന്നെയല്ലേ? ഓള് വായിച്ചൊന്നും കൂടെ ഉറക്ക വായിച്ച. എല്ലാവരും കണ്ടില്ലോ? ഉറക്ക വായിക്ക്. ഓക്കെ, വായിച്ചത് ഒറ്റ ശരിയല്ലേ? ശരിയാണ്. ഇനി അക്ഷരം എടുക്ക്. എല്ലാവരും ശ്രദ്ധിക്കണേ. പേരെന്താ? 1 മാർക്ക് കൊടുക്കാം. അതുപോലെ 8 അക്ഷരം എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ പേര് ശരിക്കും പറഞ്ഞ് പഠിക്കണം. നൂൻ. മറക്കാൻ പാടില്ല, നീ മറന്നുപോയതാണ്. നൂൻ. എന്റെ പേരെന്താ? അപ്പൊ 1 മാർക്ക് കൊടുക്കാം. അക്ഷരം എടുത്തില്ല അല്ലേ? 1.5 മാർക്ക് കൊടുക്കാം. ആയിക്കോട്ടെ, അവിടെ ഇരിക്കും. അടുത്തത് ഇനി വരേണ്ടത് ഹൈറാജത. ആ, പറഞ്ഞേ, ഉറക്ക വായിച്ചേ. ഓളെ വായിച്ചത് എടുത്തത് കണ്ടോ എല്ലാരോ? ഒന്നും കൂടി വായിച്ചേ, ഉറക്ക വായിച്ചേ. ഒന്നും കൂടി കാണിക്കൂ. കാബിദിൻ. ഓക്കെ, അക്ഷരം ഏതാണ്? നോക്ക് ഇവിടെ. റയാൻ ജംഷീറ. എന്താ അക്ഷരത്തിന്റെ പേര്? ശരിയാണോ അബീബോ? ശരിയല്ലേ? ഓക്കെ, 2 മാർക്ക്. ഇനി അടുത്ത ആള് ഞാന് സയ്യിദ് മുന്തിർ. വേഗം നോക്ക്, സ്പീഡായിട്ട് നോക്ക്, വേഗം എടുക്കട്ടാ. 2 കാർഡിന്റെ ഏതെങ്കിലും ഒന്ന് എടുത്തോ. ആ, വായിക്കാൻ കിട്ടണം. വേഗം. ആ, പറഞ്ഞോളി. സയ്യിദ് മുന്തിർ ചെയ്തിട്ടില്ല. ആ, റാന വാഴ. ഓനാടെ ഇരിക്കട്ടെ. ഓനക്ക് വയ്യത്തെ അവസരം തരാ. എന്നെ അവസരം ഉണ്ടെങ്കിൽ തരാം ഇൻഷാ അല്ലാഹ്. സമ്മാനം തരും ഇൻഷാ അല്ലാഹ്. അടുത്തത് റയ്യാൻ സാജിദ്. വേഗം എടുത്ത് വായിക്കണോ? വായിക്ക്. ഇതെന്താ വായിക്ക? ആദ്യം ബീന വായിക്കല്. ബാഗുന്ന വായിക്കല്. ഇപ്പൊ ഇട്ടത് പോയത് ബാഗുന്ന വായിക്കാം. ഒരാളെ കൊണ്ട് നോക്കിപ്പിക്കാം കേട്ടോ. മോൻ അവിടെ ഇരിക്കുക. ഇത് അടുത്ത് ശ്രദ്ധിക്കണം. അപ്പൊ സയ്യിദ് മുന്തിർ ശ്രദ്ധിക്കേണ്ട കാര്യം, നീ അടുത്ത കാർഡ് ഒരാൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടാ. ഇനി അടുത്തത് റമീൻ. പെട്ടെന്ന് വാ മോനെ റമീനെ. റമീൻ വായിക്കണം. അവർക്ക് വായിക്കാൻ കിട്ടണേ. വായിച്ച വായിക്കാം. അല്ല, നമ്മളെല്ലാം വായിക്കാൻ കിട്ടണം കേട്ടാ. ഈ അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ അക്ഷരം പഠിച്ചിട്ടുണ്ട്, ഇതും പഠിച്ചിട്ടുണ്ട്. അത് വായിച്ചോ. മീമിന് മോള് ഫത്ത കിട്ടാല് എടുക്ക. അടുത്ത ഒരാൾ കൂടി വിളിക്ക. റയാൻ ജംഷീർ. ഓക്കെ, എന്താ വായിക്ക? എല്ലാരും നോക്ക്. ബാദറും ശരിയല്ലേ? അതിന് അക്ഷരം എടുക്ക്. അതാണ്. ഓക്കെ, എടുത്ത ശരിയാണ്. ഭാവി 2 മാർക്ക്. ഇനി ഒരു അവസരം ആർക്ക് കൊടുക്കുന്നറിയാ? റയ്യാൻ സാജിദ് അവസരം കൊടുക്കുന്നേ. വാ വായിച്ച. മീമിന് ഫത്ത കിട്ടാല് റായിന്റെ മോട് സുക്കൂൻ ഇട്ടാല് ദീന വായിക്ക. അല്ല എന്നാ പൊട്ട. വാവിനെ തനുവിൽ നിന്ന് ഇട്ടാല് അല്ല. ഏതായാലും മോനെ ഇതെന്താ വായിക്ക? എല്ലാവരും പറഞ്ഞാട്ടെ. ഇത് വായിച്ച എല്ലാരും അബീബ. ശരിക്കും നോക്ക്. മാറേവൻ. എന്താ വായിക്ക? സയ്യിദ് മുന്തിർ. മാറേവൻ. എന്താ വായിക്ക?
അപ്പൊ നമ്മള് മഹദും പഠിച്ചപ്പോ പഠിച്ച അക്ഷരാണ് കേട്ടാ. ഇതോ മീം മീം. ഇനിയാണ് ഉസ്താദ് യഥാർത്ഥ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു ടെസ്റ്റ് പരീക്ഷയാണ്. അപ്പൊ അൽഹംദുലില്ലാ ഇനി ഉണ്ടല്ല സമ്മാനം എല്ലാവർക്കും ഉണ്ട്. ആരും നിരുത്സാഹപ്പെടുത്തൂല. എല്ലാവർക്കും സമ്മാനമുണ്ട്. നന്നായിട്ട് പഠിക്കണം. ഇനി നമുക്ക് പുതിയ പാഠം അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷ ചെയ്തത്. അപ്പൊ പ്രിയപ്പെട്ട മക്കളെ, ഞാനൊരു സമ്മാനം പറഞ്ഞിട്ടില്ലേ? സമ്മാനം വേണ്ടേ? സമ്മാനം എടുക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ എടുത്താൽ ഇവിടെ ശ്രദ്ധിച്ചവർക്ക് സമ്മാനം തരുള്ളൂ. എല്ലാവർക്കും സമ്മാനം തരൂല. ഇത് ശരിക്കും പേര് വന്നട്ടെ. ഈത്തപ്പഴം അല്ലെ? ഈത്തപ്പഴം തരാൻ വേണ്ടി പോകുന്നു. ഈത്തപ്പഴത്തിന് പേര് മാറ്റുന്നേ. ഈത്തപ്പഴത്തിന് പേര് മാറ്റുന്നേ. നോക്കൂ. ഈത്തപ്പഴം വേണ്ടവരൊക്കെ ശ്രദ്ധിക്കണം. വേണ്ടാത്തവരൊക്കെ വർത്താനം പറഞ്ഞു. വേണ്ടവർ ശ്രദ്ധിക്കണേ. ഇതേതാ സാധനം അറിയോ? ഇതിന്റെ പേര് തമ്പ്രൻ. കണ്ടോ? തമ്പ്രൻ കഴിച്ചിട്ടുണ്ട? തമ്പ്രൻ തന്നിട്ടുണ്ടോ? മദീനല്ലേ അല്ലേ? അപ്പൊ നിങ്ങളെ ഉപ്പയും ഉമ്മയൊക്കെ ആരെങ്കിലും ഉപ്പക്കും മറ്റൊക്കെ കൊണ്ടുവരാറില്ലേ? അതാണ് തമ്പ്രൻ കേട്ടാ. തമ്പ്രൻ. അപ്പൊ ഞാനിത് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തമ്പ്രന്ന് പഠിച്ചിട്ടില്ലേ? പറഞ്ഞു കേട്ടാ. നമ്മുടെ തമ്പ്രന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഓരോ ക്ലാസ് ഓരോ പാഠം നമ്മൾ പഠിച്ചപ്പോ ഓരോ അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് തമ്പ്രന്ന് പഠിച്ചപ്പോ നമുക്ക് പഠിക്കേണ്ട ഒരു അക്ഷരമുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. തമ്പ്രന്ന് പഠിക്കുന്ന സമയത്ത് തമ്പ്രന്ന് പഠിച്ചാല് ഈ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോക്ക് റയ്യാൻ എല്ലാരും ഇവിടെ പത്രം വരുന്നുണ്ട്. മീന് നിങ്ങൾ പഠിച്ചു, പാല് നിങ്ങൾ പഠിച്ചു അല്ലെ? എന്നിട്ട് തമ്പ്രന്ന് നമ്മളെ പഠിക്കുമ്പോ നമുക്ക് പുതിയ ആളെ ഇവിടെ പഠിക്കാറുണ്ട്. ആണോ? പേരും അറിയില്ല. ഉസ്താദ് പറഞ്ഞല്ല. എല്ലാരും പറഞ്ഞേ. മറക്കാൻ പാടില്ലേ? തായിന്റെ മക്കളെ താഴെ എഴുതുന്ന പോലെ നമുക്ക് പഠിക്കണ്ടേ. താഴെ എങ്ങനെ എഴുതാം? താഴിന്റെ മോള് പത്തലിടാം, താഴെ കസലിടാം, താഴിന്റെ മോള് നെമ്പിടാം, തൻവീൻ നെമ്പിടാം, തൻവീൻ പത്തലിടാം, തൻവീൻ കസലിട്ട് പഠിക്കാം, സൂപ്പറിട്ട് പഠിക്കാം. അപ്പൊ ഒന്നുകൂടി പറഞ്ഞ നമ്മുടെ സമ്മാനത്തിന്റെ പേര് തമ്പ്രൻ. റയ്യാൻ സാജിലെ എടുത്തപ്പോ തമ്പ്രൻ കണ്ടപ്പോ നമ്മൾ പഠിച്ച അക്ഷരത്തിന്റെ പേര് അങ്ങനെ പറയണേ. കാന്ന് പറഞ്ഞാ പോയി. ഇതിന്റെ പേര് നമുക്കുണ്ടല്ല. താഴെ പത്തലിട്ട് പഠിക്കണം, കസലിട്ട് പഠിക്കണം, താഴെ എഴുതുന്നത് പഠിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലേ? അപ്പൊ സമ്മാനം എല്ലാവർക്കും തരുന്നുണ്ട്. അപ്പൊ ബിസ്മി കോട്ടയ്ക്ക് എല്ലാവർക്കും സമ്മാനം തരുന്ന ആദ്യം റയ്യാൻ സാജിദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിന്നാൻ പണി തിന്നാൻ മതി. സമ്മാനം തമ്പ്രൻ പറഞ്ഞ ഓരോരുത്തരുടെ പേര് മതി. തമ്പ്രൻ പേര് പറഞ്ഞ തമ്പ്രൻ പേര് പറഞ്ഞോ. പറഞ്ഞു തമ്പ്രൻ പേര് പറഞ്ഞോ. തമ്പ്രൻ ഇതിനോട് വാങ്ങണേ, വർക്കനോട് വാങ്ങണേ. വേണ്ടേ? തമ്പ്രൻ നല്ല സാധനമാണ്. വാർക്കണേ. എല്ലാവർക്കും തന്നെ നമ്മുടെ മുഹമ്മദിന് കൊടുത്ത് ബിസ്മില്ലാ.
ഉസ്താദിനും രണ്ടെണ്ണം ഓക്കെ ഇൻഷാല്ലാ. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ